₹1500 ഈ ഡ്രസ്സ് വെറും ₹150 കൂപ്പൺ കോഡോ ഡിസ്കൗണ്ടോ ഇല്ലാതെ വെബ്സൈറ്റിൽ നിന്നും വാങ്ങാൻ പറ്റിയാൽ വെബ്സൈറ്റിലുള്ള ഒരു വൾണറബിലിറ്റിയാണ്, അതായത് ഇൻസെക്യൂർ ഡിസൈൻ. ഈ വീഡിയോയിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. വെബ്സൈറ്റിൽ ഉണ്ടാവുന്ന ഫ്ലോ ആണിത്. ലോജിക്കിലോ അല്ലെങ്കിൽ ഡിസൈൻ ഫേസിലോ ഉണ്ടാവുന്ന പ്രശ്നം. പ്രോപ്പറായി സെക്യൂരിറ്റി പ്ലാനിംഗ് ഇല്ലാതെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്താൽ വൾണറബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് കോഡിങ്ങിൽ ഉണ്ടാവുന്ന ഒരു മിസ്റ്റേക്ക് അല്ല. ഡെവലപ്പേഴ്സ് ഉദ്ദേശിച്ച പോലെ കോഡിംഗ് എല്ലാം വർക്കാവും, പക്ഷെ അതിൽ ഡിസൈനിങ്ങിലാണ് ഇഷ്യൂ വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെബ്സൈറ്റിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പാസ്വേഡ് റീസെറ്റ് ചെയ്യുമ്പോൾ യൂസർ നെയിം മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും. വേറെ ആരുടെങ്കിലും യൂസർ നെയിം കൊടുത്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്താൽ അവരുടെ അക്കൗണ്ടിലെ പാസ്വേഡ് ചേഞ്ച് ആവും. ഇവിടെ സിസ്റ്റത്തിൽ കോഡെല്ലാം പ്രോപ്പറായി വർക്കാവുന്നുണ്ട്. പറഞ്ഞ കാര്യം സിസ്റ്റം പ്രോപ്പറായി ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ യൂസറാണോ ഈ യൂസർ നെയിം ചേഞ്ച് ചെയ്യുന്നത് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി OTP പോലുള്ള സെക്യൂരിറ്റി മെക്കാനിസം ഒന്നും സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചറിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോർട്ട്സിഗർ ബിസിനസ് ലോജിക് വൾണറബിലിറ്റി എന്നൊരു ലാബ് ഉണ്ട്. ഈ ലാബാണ് ഇൻസെക്യൂർ ഡിസൈൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പോർട്ട്സിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഇൻസെക്യൂർ ഡിസൈൻ ഒരു ബ്രോഡ് കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ ഒരു സബ് കാറ്റഗറിയാണ് ബിസിനസ് ലോജിക് ഫ്ലോ. ഇനി ഇതിന്റെ ഒരു ലാബ് നോക്കാം. അപ്പോൾ കാര്യം കുറച്ചും കൂടി മനസ്സിലാവും. എക്സസീവ് ട്രസ്റ്റ് ഇൻ ക്ലയന്റ് സൈഡ് കൺട്രോൾ. ആ ലാബ് ഒന്ന് നോക്കാം. ഈ ലാബിൽ യൂസർ ഇൻപുട്ട് പ്രോപ്പർലി വെരിഫൈ ചെയ്യുന്നില്ല. ലൈറ്റ് വെയ്റ്റ് Hi33T ജാക്കറ്റ് അൺഇൻറ്റൻഡഡ് പ്രൈസിൽ വാങ്ങാനാണ് പറയുന്നത്. വീനർ പീറ്റർ എന്ന യൂസർ നെയിമും പാസ്വേഡ് ഇവിടെ തന്നിട്ടുണ്ട്. ക്രെഡൻഷ്യൽസ് ലോഗിൻ ചെയ്യാൻ വേണ്ടി ലാബ് ആക്സസ് ചെയ്യാം. എന്നിട്ട് ആദ്യം ലോഗിൻ ചെയ്യാം. യൂസർ നെയിം വീനറും പാസ്വേഡ് പീറ്ററും എന്ന് കൊടുത്ത് ലോഗിൻ ചെയ്യാം. എന്നിട്ട് ഹോം പേജിൽ പോയാൽ ബൈ ചെയ്യാൻ പറഞ്ഞ ജാക്കറ്റ് അവിടെ കാണാം. അതിൽ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ നോക്കാം. പ്രൊഡക്റ്റിന് ആദ്യം കാർട്ടിലിടാം. കാർട്ടിൽ ആ പ്രൊഡക്റ്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാം സ്റ്റോർ ക്രെഡിറ്റിൽ ആകെ 100 സെന്റേ ഉള്ളൂ. പക്ഷേ ജാക്കറ്റിന്റെ പ്രൈസ് ആണെങ്കിൽ 1337 സെന്റ് ആണ്. നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്. നോട്ട് ഇനഫ് സ്റ്റോർ ക്രെഡിറ്റ് ഫോർ ദിസ് പർച്ചേസ് എന്നൊരു എറർ മെസ്സേജ് വന്നു. അതായത് അത് വാങ്ങാനുള്ള ക്യാഷ് സ്റ്റോർ ക്രെഡിറ്റ് ഇതിലില്ല. ഈ ജാക്കറ്റിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങണം. ആദ്യം ഈ പ്ലേസ് ഓർഡർ ഓപ്ഷൻ ഒന്ന് വെബ്സൈറ്റിൽ ഇന്റർസെപ്റ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ഇതിന്റെ റിക്വസ്റ്റ് ഇന്റർസെപ്റ്റ് ചെയ്തപ്പോൾ വലുതായിട്ടൊന്നും ഇതിലില്ല. ഇനി അടുത്തത് കാർട്ടിൽ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഒന്ന് ഇന്റർസെപ്റ്റ് ചെയ്ത് നോക്കാം, അതായത് ആഡ് ടു കാർട്ട് ഓപ്ഷൻ. എന്നിട്ട് അതിനെ റിപ്പീറ്ററിൽ കൊടുക്കാം. ഇതിന്റെ താഴെ പ്രൊഡക്റ്റ് ID കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് പേജിൽ റീഡയറക്ട് ചെയ്യണം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാണ്ടിറ്റി, അതോടൊപ്പം തന്നെ ഇവിടെ പ്രൈസും കൊടുത്തിട്ടുണ്ട്. ഇനി ആ പ്രൈസ് വാല്യൂ മാറ്റി നോക്കാം. ഇതിന് 1337 ജസ്റ്റ് 100 സെന്റ് എന്ന് കൊടുത്തു നോക്കാം. എന്നിട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ട് ഈ വാല്യൂ ചേഞ്ച് ആവുണ്ടോ എന്ന് നോക്കാം. ഇതിന്റെ റിസൾട്ട് നോക്കിയാൽ കാണാം 302. അതിൽ ഫോളോ റീഡയറക്ഷൻ കൊടുത്തു വെച്ചാൽ 200 ആണ്. അതായത് ഈ റിക്വസ്റ്റ് സക്സസ്ഫുൾ ആണ്. ഈ പോർട്ട്സുകളിൽ ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ അതിന്റെ ടോട്ടൽ വാല്യൂ മാറിയിട്ടുണ്ടാവും. ഓർഡർ പ്ലേസ് ചെയ്താൽ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും പറ്റും. ഈ ലാബിൽ കോഡെല്ലാം പെർഫെക്റ്റായി വർക്ക് ആവുന്നുണ്ട്. പക്ഷെ ആ വാല്യൂ മാറ്റിയപ്പോൾ അത് മാറി. അത് വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു ലോജിക് ഫ്ലോ ആണ്. ഇനി ഈ ഒരു ലാബും കൂടി ഒന്ന് നോക്കാം. ഫ്ലോഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ബിസിനസ് റൂൾ. ഇതിലും സെയിം ആണ്. ലെതർ ജാക്കറ്റ് വാങ്ങണം. ക്രെഡൻഷ്യൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ലാബ് ആക്സസ് ചെയ്ത് ക്രെഡൻഷ്യൽസ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇതിന്റെ മേലെ ന്യൂ കസ്റ്റമേഴ്സ് കൂപ്പൺ കോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു കൂപ്പൺ കോഡ് തന്നിട്ടുണ്ട്. ന്യൂ കട്ട് 5 എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്ക്രോൾ ചെയ്ത് താഴെ വന്നാൽ സൈൻ അപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലൊരു ഇമെയിൽ ID കൊടുത്ത് ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ സൈൻ അപ്പ് 30 എന്ന വേറൊരു കൂപ്പൺ കോഡും കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലെതർ ജാക്കറ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കാം. ആഡ് ടു കാർട്ടിൽ കൊടുക്കുക. ഇതിലും സ്റ്റോർ ക്രെഡിറ്റ് 100 സെന്റേ ഉള്ളൂ. 1337 സെന്റ് ആണ് ഈ ജാക്കറ്റിന്റെയും പ്രൈസ്. ഇനി സൈൻ അപ്പ് 30 എന്ന കൂപ്പൺ കോഡ് കൊടുത്ത് നോക്കാം. ഇവിടെ 401 സെന്റ് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇനി സെയിം കൂപ്പൺ ഒന്നും കൂടി കൊടുത്തു നോക്കാം. അപ്പോൾ ഒരു എറർ മെസ്സേജ് വന്നു. കൂപ്പൺ ഓൾറെഡി അപ്ലൈഡ് എന്ന് ഒരു എറർ മെസ്സേജ് വന്നു. കാരണം ഈ കൂപ്പൺ ഓൾറെഡി യൂസ് ചെയ്തതുകൊണ്ട് ഇനി അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ന്യൂ കട്ട് 5 എന്ന് പറഞ്ഞ വേറൊരു കൂപ്പൺ കോഡും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ആ കൂപ്പൺ കോഡ് ഓൾറെഡി കൊടുക്കാത്തതുകൊണ്ട് വർക്കായി. 5 സെന്റ് കുറഞ്ഞു. 30 സെന്റ് ആയി ആ ജാക്കറ്റിന്റെ പ്രൈസ്. ഇനി ആ സൈൻ അപ്പ് 30 കൂപ്പൺ ഒന്നുകൂടി കൊടുത്ത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ കൂപ്പൺ അക്സെപ്റ്റ് ചെയ്തത് കാണും. 401 സെന്റ് കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ സെയിം കൂപ്പൺ 2 പ്രാവശ്യം കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് സൈൻ അപ്പ് 30 അല്ലെങ്കിൽ ന്യൂ കട്ട് 5 അടുപ്പിച്ച് 2 പ്രാവശ്യം കൊടുത്താൽ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവിടെ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ കൂപ്പണും ആൾട്ടർനേറ്റീവായി കൊടുത്തപ്പോൾ ഇത് വർക്കായി. ഇവിടെയാണ് ഇതിലെ ലോജിക് ഫ്ലോ. ഇനി ഈ കൂപ്പൺ ആൾട്ടർനേറ്റീവ്ലി കൊടുത്ത് ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് 0 ആക്കാൻ വരെ പറ്റും. ഇവിടെ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് 0 ആയിട്ടുണ്ട്. ഓർഡർ പ്ലേസ് ചെയ്ത് നോക്കിയാൽ ആ ലാബും കംപ്ലീറ്റ് ആവും. ഇതിൽ കോഡെല്ലാം വർക്ക് ആവുന്നുണ്ട്. സിസ്റ്റത്തിന്റെ ലോജിക്കിലാണ് പ്രശ്നം വരുന്നത്. പിന്നെ മറ്റുള്ള വൾണറബിലിറ്റിയെക്കാളും ഈ വൾണറബിലിറ്റി കണ്ടുപിടിക്കാനും ഫിക്സ് ചെയ്യാനും കുറച്ച് പാടാണ്.